ജലന്ധർപോർ എന്ന നാട്ടിൽ സുദർശൻ എന്നൊരു പാവപ്പെട്ട കർഷകൻ ഉണ്ടായിരുന്നു. അവൻ അവരുടെ കുടുംബം പാടത്തെ കൃഷി ചെയ്തിട്ടായിരുന്നു നോക്കിയിരുന്നത്. ഭാര്യ അർച്ചന, മക്കൾ ലളിത, ലാവണ്യ. ഭാര്യ അർച്ചന മക്കൾ ലളിതയെയും ലാവണ്യയെയും നോക്കിയിരിക്കുകയായിരുന്നു. ഇരുട്ടായപ്പോൾ പുറത്ത് കളിക്കാൻ പോയി തിരിച്ചു വരികയായിരുന്നു ലളിതയും ലാവണ്യയും. ഇരുട്ടായി, ഈ നേരം വരെ കളിച്ചാൽ ഇനി നമ്മുടെ വീട്ടുകാർ നമ്മളെ പുറത്തേക്ക് വിടുകയില്ല. ചേച്ചി പേടിക്കണ്ട, ചേച്ചി ഒന്നും ഉണ്ടാകില്ല. 10 മണിയൊന്നും ആയിട്ടുണ്ടാവില്ലല്ലോ. ഇപ്പോഴല്ലേ ഇരുട്ടായേ, ഒരു 6-7 മണി ആയിട്ടേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ സംസാരിച്ച് രണ്ടുപേരും പോകുന്നു. അപ്പോൾ ലാവണ്യയ്ക്ക് എവിടെ നിന്നോ നല്ലൊരു മണം കിട്ടുന്നു. ചേച്ചി, ആരോ ചൂട് ചൂട് ചപ്പാത്തിയിൽ നെയ്യാക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല മണം വരുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് അവിടെ നിൽക്കുന്നു. മണം വരുന്ന സ്ഥലത്തേക്ക് നോക്കുന്നു. കുറച്ച് മാറി മങ്കമ്മ എന്നു പേരുള്ള ഒരു സ്ത്രീ ചപ്പാത്തി ചുടുകയായിരുന്നു. ആ മണം കാരണം ലാവണ്യയുടെ വായിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. ചേച്ചി, ഇവിടെ തന്നെ നിൽക്കൂ. ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കൂ. ഞാൻ പോയി ചേച്ചിക്കും എനിക്കും ചപ്പാത്തി എടുത്തിട്ട് വരാം. ഇങ്ങനെ പറഞ്ഞ് ലാവണ്യ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി മങ്കയുടെ അടുത്തേക്ക് പോകുന്നു. മങ്ക ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ലാവണ്യ പിന്നിൽ നിന്ന് വന്ന് ആരും കാണാതെ 2 ചപ്പാത്തി എടുത്ത് ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നു. രണ്ടുപേരും കൂടി ചൂട് ചൂട് ചപ്പാത്തി കഴിക്കുന്നു. ഇങ്ങനെ മുന്നോട്ടു പോയി. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മങ്കമ്മ പ്ലേറ്റിൽ ചപ്പാത്തി കാണാത്തതുകൊണ്ട് നോക്കിയപ്പോൾ കണ്ടത് കഴിച്ചുകൊണ്ടുപോകുന്ന ലളിതയും ലാവണ്യയുമാണ്. നിങ്ങളാ സുദർശന്റെ മക്കളല്ലേ? ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ അമ്മയോട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കും. മങ്കമ്മ ഇങ്ങനെ അലറുകയായിരുന്നു. ഞങ്ങളിത് വാങ്ങിച്ചു കഴിച്ചതാണ്. നിങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങൾ എന്തിനാ കഴിക്കുന്നേ? ദൈവമേ, ഈ രണ്ടുപേരും കള്ളികളാണല്ലോ. ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തി നിങ്ങൾ എടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ പിന്നെ നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് എടുത്തത്. ഞാനും വരുന്നു നിങ്ങളുടെ വീട്ടിലേക്ക്. ഇന്ന് നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് നല്ല തല്ല് കിട്ടും. ഇങ്ങനെ മങ്ക വീട്ടിൽ നിന്ന് ഇറങ്ങി അവരുടെ അടുത്തേക്ക് പോവുകയായിരുന്നു. അത് കണ്ട് രണ്ടുപേരും പെട്ടെന്ന് ഓടി വീട്ടിലേക്ക് പോകുന്നു. അവരെ കണ്ട് അർച്ചന പേടിക്കുന്നു. ഞങ്ങളെ അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ ഞങ്ങൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞയച്ചോ? ഇങ്ങനെ പറഞ്ഞ് രണ്ടുപേരും വീട്ടിനകത്തേക്ക് പോകുന്നു. മങ്കമ്മ അവിടെ വന്ന് അർച്ചനയോട് എല്ലാം പറയുന്നു. ഭയങ്കര ദേഷ്യത്തിൽ അവളോട് അലറുന്നു. അർച്ചന എത്ര പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ അലറുകയായിരുന്നു. ഉള്ളിൽ നിന്ന് രണ്ടുപേരും പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. മങ്കയോട് തല്ലുകൂടുന്ന അമ്മയെ കണ്ട് അവർ രണ്ടുപേരും ചിരിക്കുന്നു. പാടത്തു നിന്ന് വരികയായിരുന്നു സുദർശൻ. സുദർശനെ കണ്ടതും മങ്കമ്മ ഒന്നും മിണ്ടാതെ പോകുന്നു. സുദർശൻ മങ്കമ്മയെ കണ്ടതും ഒന്നും പറഞ്ഞില്ല. മങ്കമ്മ പെട്ടെന്ന് അവിടുന്ന് പോകുന്നു. സുദർശൻ വീട്ടിൽ വന്ന് വെണ്ണയുടെ പാത്രം അർച്ചനയ്ക്ക് കൊടുക്കുന്നു. അർച്ചന അത് ഉള്ളിൽ കൊണ്ടുപോകുന്നു. അമ്മയും മക്കളും എല്ലാവരും നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ സുദർശന്റെ ചേച്ചി ഭവാനി അവിടേക്ക് വരുന്നു. ചേച്ചി എപ്പോഴാ വന്നേ? ഇത്ര ഇരുട്ടത്താണോ വന്നത്? അവർ രണ്ടുപേരും ഉള്ളിലേക്ക് പോകുന്നു. രാവിലെ ഇറങ്ങിയതാ. പാടത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ലേറ്റായി. അർച്ചന എവിടെ? അകത്തേക്ക് പോവാൻ ചേച്ചി. ഭവാനിയെ കണ്ട് ലളിത സന്തോഷിക്കുന്നു. ആന്റി! ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ ലാവണ്യ വെണ്ണയും കഴിച്ച് കസാരയിൽ ഇരിക്കുകയായിരുന്നു. അത് കണ്ട് ഭവാനി ചിരിക്കുന്നു. അർച്ചന ഭവാനിയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുന്നു. എല്ലാവരും കൂടി പുറത്തിരിക്കുന്നു. എടാ, ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ അല്ലേ? എന്റെ കൂടെ പോരട്ടെ? അയ്യോ ചേച്ചി, ചേച്ചിക്ക് ഇവരെ സഹിക്കാൻ പറ്റില്ല. കുട്ടികളല്ല, ഇവർ കുട്ടി പിശാചുക്കളാണ്. ഭയങ്കര സാമർത്ഥ്യമാണെന്നേ, പ്രത്യേകിച്ച് ഇളയതിന്. അവളെ നോക്കാൻ ചേച്ചിക്ക് പറ്റില്ല. ഞങ്ങളെ തന്നെ ഇവിടെ കഷ്ടപ്പെടുത്തി വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുക. നല്ലത് തന്നെയല്ലേ അച്ഛാ. മഴ പെയ്തില്ലെങ്കിലും പ്രശ്നം വന്നില്ലല്ലോ. പ്രശ്നം വരില്ലല്ലോ. നിങ്ങളുടെ വയറ്റിൽ കുറെ വെള്ളമില്ലേ? അതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാലോ. ദൈവത്തോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും വേണ്ട. കണ്ടില്ലേ ചേച്ചി അവളുടെ കുസൃതി? രാവിലെ തൊട്ട് രാത്രി കിടക്കുന്നവരെ ഞങ്ങളെ ഇങ്ങോട്ട് കളിപ്പിക്കും. ആ കളിയുടെ പേരും കൂടി പറ. അപ്പൊ ആന്റിക്ക് മനസ്സിലാകും.
എന്റെ മുന്നിൽ വെച്ച് തന്നെ എന്റെ അനിയനെ കളിപ്പിക്കുകയാണോ നീ? അപ്പോഴേ ഞങ്ങളെ മനസ്സിലാകൂ. ഞങ്ങൾക്ക് ശീലമായതാണ് ചേച്ചി. ചേച്ചി കൊണ്ടുപോയ ചേച്ചിക്ക് തലവേദനയാവും. പോരാത്തതിന് അവിടെ അളിയൻ ജോലി ചെയ്യുന്നതല്ലേ. പുള്ളിക്ക് അതൊരു ബുദ്ധിമുട്ടാവും. വിട്ടുകളാ. മതി പറഞ്ഞതു മതി. നിന്റെ അളിയൻ തന്നെയാ അവരെ കൊണ്ടുവരാൻ പറഞ്ഞത്. നീ വേണമെങ്കിൽ അളിയനോട് സംസാരിച്ചോ. അല്ലെങ്കിൽ തന്നെ കുറച്ച് ദിവസത്തിന്റെ തലവേദന മാറിക്കിട്ടുമെങ്കിൽ ഞാനെന്തിനാ വേണ്ട എന്ന് പറയുന്നേ? കൊണ്ടുപോയിക്കോ. അത് കേട്ട് എല്ലാവരും സന്തോഷിക്കുന്നു. അന്ന് രാത്രി എല്ലാവരും താഴെ കിടന്നുറങ്ങുന്നു. ആന്റിയുടെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ടുപേരും കിടക്കുന്നു. രാത്രി നോക്കുമ്പോൾ ലളിതയുടെ കാല് ഭവാനിയുടെ കാലിന്മേലാകുന്നു. ഉറക്കത്തിൽ ഇവർ നന്നായി ഇളകുന്നുണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞ് അവരുടെ കാലും കൈയുമൊക്കെ മാറ്റിക്കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ ടൗണിലുള്ള ഭവാനിയുടെ വീട്ടിലേക്ക് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. അതൊരു വലിയ വീടാണ്. വീടിന്റെ മുന്നിൽ കളിക്കാൻ ഒരു വലിയ പറമ്പുമുണ്ട്. അവർ രണ്ടുപേർക്കും അത് വളരെ ഇഷ്ടപ്പെടുന്നു. ഓഫീസിലേക്ക് പോകുമ്പോൾ അങ്കിൾ ഹർഷവർദ്ധൻ അവരോട് ഇങ്ങനെ പറയുന്നു. മക്കളെ സുഖമല്ലേ? നമസ്കാരം അങ്കിൾ. ഞങ്ങൾക്ക് സുഖമാണ്. അങ്കിളിനോ? ചേച്ചി സുഖമായതുകൊണ്ടല്ലേ ഞങ്ങളോട് ചോദിച്ചേ? അല്ലെങ്കിൽ കിടക്കയിൽ കിടക്കുമായിരിക്കില്ലേ? ലാവണ്യ പറയുന്നത് കേട്ട് കരയണോ ചിരിക്കണോ എന്ന് മനസ്സിലാകുന്നില്ല. ഒന്നും പറയാതെ ഓഫീസിലേക്ക് പോകുന്നു. ആന്റി, ചേട്ടന്മാർ ആരുമില്ലേ? ആരെയും കണ്ടില്ലല്ലോ. നമ്മൾ വന്ന് അവരെ അടിച്ച് ഷേപ്പ് മാറ്റേണ്ട എന്ന് വിചാരിച്ച് അവരെ ഒളിപ്പിച്ചു വെച്ചതാകും. അങ്ങനെയൊന്നുമല്ല. അവർ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. നിങ്ങൾ വന്നു എന്ന് വിളിച്ചു പറയാം. 2 ദിവസത്തിനുള്ളിൽ വരും. എന്റെ കുട്ടികളുടെ മുന്നിൽ നിങ്ങളുടെ കുസൃതികളൊന്നും നടക്കില്ല. നോക്കി നിന്നോ. അങ്ങനെ ആ ദിവസം കടന്നുപോകുന്നു. പിറ്റേ ദിവസം ലളിത രംഗോലി എടുത്ത് വീടിന്റെ മുന്നിൽ വരയ്ക്കുന്നു. അവിടെ രംഗോലി വരച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ലാവണ്യ കപ്പിൽ വെള്ളമെടുത്ത് നിൽക്കുകയായിരുന്നു. ലളിത രംഗോലി വരച്ചപ്പോൾ ലാവണ്യ അവിടെ വെള്ളമൊഴിച്ചു. അവരുടെ ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് ഭവാനി ഓടി വരുന്നു. നോക്കാൻഡി, ഞാൻ രംഗോലി വരച്ചപ്പോൾ അവൾ അത് വെള്ളമൊഴിച്ചു. ഇത്രയും നല്ല സ്ഥലത്ത് രംഗോലി വരയ്ക്കാൻ പാടോ? ഇവർ രണ്ടുപേരും തല്ലുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ട് ഭവാനി കാതുകൾ പൊത്തുന്നു. അപ്പോൾ അടുക്കളയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ദോശ കരിഞ്ഞു പോകുന്നു. ഒരു ദിവസം പാല് വിൽക്കുന്ന അപ്പുറത്തെ വീട്ടിലെ സുജാത വെള്ളം കലർത്തിയ പാലുമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ട് ലാവണ്യയും ലളിതയും അവിടെയിരിക്കുന്ന ഒരു കല്ലെടുത്ത് ആ കുടത്തിൽ എറിയുന്നു. അപ്പോൾ അതിൽ നിന്ന് വെള്ളം കലർത്തിയ പാൽ താഴേക്ക് വീഴുന്നു. അത് കണ്ട് ലാവണ്യ ചിരിക്കുന്നു. അപ്പോൾ സുജാത ഭവാനിയുടെ വീട്ടിൽ വന്ന് ദേഷ്യത്തിൽ അലർന്നു. കുട്ടികൾക്ക് കൊടുക്കുന്ന പാലിൽ വെള്ളം കലർത്തി അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ലാവണ്യ ചെയ്ത കുസൃതിക്ക് ഭവാനി 5000 രൂപ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അവരെ വഴക്കു പറയുന്നു. അവർ വിഷമിക്കുന്നു. ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ മറന്ന് അത് കഴിച്ച് ഭവാനിയുടെ ഒപ്പം കിടന്നുറങ്ങുന്നു. രാത്രി ലാവണ്യ പിറുപിറുത്തുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ സുജാതയെ ചവിട്ടുന്നത് സ്വപ്നം കാണുന്നു. നിനക്ക് എത്ര ധൈര്യമുണ്ട് എന്റെ ആന്റിയുടെ അടുത്ത് വന്ന് എന്നെപ്പറ്റി പറഞ്ഞ് വഴക്ക് കേൾപ്പിക്കാൻ? ഇങ്ങനെ പറഞ്ഞ് ലാവണ്യ ശക്തമായി ചവിട്ടുന്നു. അതുകൊണ്ട് ഭവാനി താഴേക്ക് വീഴുന്നു. പെട്ടെന്ന് പേടിച്ച് ഹർഷവർദ്ധനും ലളിതയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ഭവാനി ലാവണ്യയെ ദേഷ്യത്തോടെ നോക്കുന്നു. സോറി ആന്റി എന്ന് നിഷ്കളങ്കതയോടെ പറയുന്നു. അപ്പോൾ ഭവാനിയുടെ ദേഷ്യമൊക്കെ പോകുന്നു. കുട്ടികളെ അടുത്തേക്ക് നിർത്തി ഇങ്ങനെ പറയുന്നു. നാളെ തന്നെ ഇവരെ തിരിച്ചു കൊണ്ടാക്കണം. എനിക്കിവരെ നോക്കാൻ കഴിയില്ല. ഇവർ കുട്ടി പിശാചുക്കളാണ്. ഞാൻ വെറുതെ പണി വാങ്ങി വെച്ചു. ഇങ്ങനെ പറഞ്ഞ് രാത്രി മുഴുവനും ഉറങ്ങാതെ കട്ടിലിന്മേൽ ഇരിക്കുകയാണ് ഭവാനി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലത്തെ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.